ഹലോ, ഞാൻ വേറൊരു വീഡിയോയും കൂടി ചെയ്തേ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു രീതിയിലൊരു ഹോം വർക്ക് ഷീറ്റ് തന്നെയാണ് ഇതും. നമ്മുടെ വീട്ടിൽപ്പെട്ട ആൾക്കാരുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും അനിയനും ചേട്ടനും ചേട്ടത്തിയൊക്കെ അങ്ങനെ എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുക അല്ലേ. അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ മന്ത്സും അതുപോലെ തന്നെ ഇയറും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. നമ്മളൊരു ബുക്ക് എടുക്കുക, അതിനകത്തോട്ട് 4 ലൈനും 4 സൈഡും വരയ്ക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കോളങ്ങളിലാക്കി നമ്മുടെ മന്ത്സ് എല്ലാം എഴുതുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ അത് എഴുതിയതിന് ശേഷം നോക്കിക്കേ, നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ബർത്ത് ഡേയ്സും ബർത്ത് ഇയേഴ്സും അതുപോലെ ബർത്ത് ഏജും ബർത്ത് മന്ത്സും കിഡ്സ് നെയിമും നമ്മൾ എഴുതി കൊടുക്കുക. നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ എല്ലാ കുട്ടികളോടും ഇങ്ങനെ വരച്ചതിന് ശേഷം അവരുടെ ബർത്ത്ഡേയുടെ മാസം, ഏത് മാസത്തിലാണ് അവരുണ്ടായത്, ഏത് വർഷമാണ് ഉണ്ടായത്, അവർക്കെപ്പോൾ എത്ര വയസ്സുണ്ട്, അതേത് മാസം വർഷം, അതുപോലെ കുട്ടിയുടെ പേരും. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അവൾ ജനിച്ച മാസവും അവരുടെ ഡേയ്സും അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മാസമാണ് അവരുണ്ടായത്, ഏത് ദിവസമാണ്, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മെത്തേഡിലൂടെ കടന്നു പോകാം. ഇപ്പോൾ ഫെബ്രുവരിയിലാണെങ്കിൽ ബർത്ത്ഡേയുടെ അവിടെ ഒരു ചെറിയൊരു കേക്കിൻ്റെ ചിത്രമോ ഒരു ഹാർട്ടിൻ്റെ ചിത്രമോ അവർക്കിഷ്ടമുള്ളൊരു ചിത്രം അവരുടെ ബർത്ത്ഡേയുടെ അവിടെ അവർക്ക് സൈൻ ചെയ്യാം. ചിലപ്പോൾ ഒരു പൂവോ എന്തെങ്കിലും അവർക്ക് ഇപ്പം മാർച്ചിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ, എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയുടെ മാസം അറിയുകയും ചെയ്യാം. അത് പല കളേഴ്സിൽ. ഇപ്പം ഞാൻ ഓറഞ്ച് കൊടുത്തു. ജനുവരിയിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഓഗസ്റ്റിലാണെങ്കിൽ ഇത് റോസ് കളർ കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ കളറിൽ ചേഞ്ച് ചെയ്ത് അവരുടെ ബർത്ത്ഡേ മന്ത്സ് കൂടുതലും അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് കൂടുതലും മന്ത്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ആരുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ആവും. അത് പോരാത്തതിന് കുറച്ചുകൂടെ കളർ ചെയ്ത് അതൊരു പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേക്കോ അങ്ങനെ ഒരു ചിത്രം കൂടെ വരയ്ക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ തൊട്ട് താഴെ ഇതുപോലെ ബർത്ത്ഡേയ്സും ഇയറും ഏജും ഒക്കെ കൊടുക്കുമ്പോൾ, നെയിമും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഓരോ മന്ത്സ് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഏപ്രിലാണെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഏപ്രിൽ നിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ഇത്രാം തീയതിയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പം പിന്നെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി, അപ്പോൾ ഈ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കാണും അല്ലേ. അതുപോലെ ഡിസംബറിലാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് വരുന്നു. അപ്പോൾ ഓണം അതേത് മാസത്തിലാണെന്ന് ചോദിക്കുന്നു. അതുപോലെ വിഷു അതേത് മാസത്തിലാണെന്ന് ചോദിക്കുന്നു. പിന്നെ ഓരോരുത്തരുടെ അതുപോലെ ഓരോരോ ഫെസ്റ്റിവൽസ്, അപ്പോൾ അതൊക്കെ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന മാസം നല്ല പ്രത്യേകതയുള്ള മാസമാണ്. അപ്പോൾ അതുപോലെ നോമ്പ് തുറ, അതൊക്കെ ഒരു ഈദുൽ ഫിത്ർ, അതൊക്കെ ഓരോരോ മാസത്തിലെ പ്രത്യേകതകളും, അതുപോലെ ഇന്ന മാസം എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ ഇന്ന മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചും നമുക്കൊരു ചെറിയൊരു ചാർട്ട് പോലെയൊക്കെ നമ്മുടെ സ്കൂളിൽ അത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹോം വർക്ക് ഷീറ്റിലാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ബർത്ത്ഡേ മന്ത്സും ഇയറും കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് എത്ര വയസ്സുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ഡേ ഏതാണ്, ചിലപ്പം അവർക്ക് കളിക്കാനും അല്ലെങ്കിൽ ഹോളിഡേയ്സും ഒക്കെ വരുന്ന മാസം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ വെതേഴ്സിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കാരണം വെതേഴ്സിൽ ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്, ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് നന്നായിട്ട് ചൂട് ലഭിക്കുന്നത്, അപ്പോൾ അതെല്ലാം കൂടുതൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ചാർട്ട് കൊണ്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ചാർട്ടിലൂടെ നമുക്ക് കൂടുതലും കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും വളരെ സിമ്പിളായിട്ട് അവരിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് ഈ ഒരു വർക്ക് ഷീറ്റും കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.